ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ദുഃഖറാന എന്ന വാക്കിൻ്റെ അർത്ഥം ഓർമ്മയെന്നുള്ളതാണ്. തിരുനാൾ നമ്മളിന്ന് ആചരിക്കുന്നു. ഒപ്പം നമ്മൾ സഭാദിനവും ഇന്ന് ആചരിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ചും എല്ലാ തോമസ് നാമധാരികൾക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുകയാണ്. എന്താണ് തോമാ ശ്ലീഹ നമുക്ക് തരുന്ന ജീവിത സന്ദേശം? ദുഃഖറാന നമ്മളോട് തരാൻ ആഗ്രഹിക്കുന്ന സുവിശേഷ സന്ദേശം എന്തായിരിക്കും? തോമാ ശ്ലീഹ മിശിഹായുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. നമ്മൾ പലപ്പോഴും തോമാ ശ്ലീഹായെ കാണുന്നത് തൊട്ട് വിശ്വാസിയും അവിശ്വാസിയുമൊക്കെ ആയിട്ടാണ്. അതിനുപരിയായിട്ട് മിശിഹായുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച ഒരാൾ. മർക്കോസ് സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ ഈശോ വിളിക്കുമ്പോൾ തന്നോടുകൂടെ ആയിരിക്കാൻ, സുവിശേഷം പ്രസംഗിക്കുവാൻ, പിശാചുക്കളെ പുറത്താക്കാനായിട്ട് അവരെ വിളിച്ചു എന്നാണ് പറയുന്നത്. ശിഷ്യൻ്റെ വിളിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് മിശിഹായോടുകൂടെ ആയിരിക്കുക. തോമാ ശ്ലീഹ എന്ന ശിഷ്യൻ്റെ മനസ്സതായിരുന്നു മിശിഹായോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരാൾ. നമ്മൾ സുവിശേഷത്തിൽ 3 ഇടങ്ങളിലാണ് തോമാ ശ്ലീഹായെ വളരെ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്നത്. ഒന്നാമത്തേത് ഈശോ ലാസറിൻ്റെ കല്ലറയിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്ന സംഭവമാണ്. ലാസർ രോഗബാധിതനാണെന്നറിയുന്നു. ഈശോ അവിടെ തന്നെ തങ്ങുകയാണ്. എന്നാൽ ലാസർ മരിച്ചെന്ന് അറിഞ്ഞുമ്പോൾ അവൻ്റെ കല്ലറയിലേക്ക് പോവുകയാണ്. യഹൂദർ ഈശോയെ കല്ലെറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. മറ്റു ശിഷ്യന്മാരൊക്കെ അവനെ തടയുന്നുണ്ട്. കർത്താവേ, നീ അങ്ങോട്ട് പോകരുത്, നിന്നെ കല്ലെറിയാൻ യഹൂദർ കാത്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും അവനെ പുറകോട്ട് വലിക്കുമ്പോൾ മിശിഹായുടെ ദൗത്യം അതവൻ പൂർത്തിയാക്കുമെന്ന് തോമസിന് ഉറപ്പുണ്ട്. പിതാവിനാൽ ഐക്യപ്പെട്ട തൻ്റെ ദൗത്യത്തിൻ്റെ പിന്നിൽ നിന്ന് അവനെ പിന്നോട്ട് വലിക്കാനായിട്ട് ആർക്കും കഴിയില്ലെന്നുറപ്പുള്ള തോമാ ശ്ലീഹ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് അവനോടുകൂടെ മരിക്കുവാനായിട്ട് പോകാം, നമുക്ക് അവനോടുകൂടെ പോയി മരിക്കാം. മിശിഹായുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ അവനോട് ഉൾച്ചേർന്ന് നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യൻ്റെ മനസ്സാണ് തോമാ ശ്ലീഹ അവിടെ വെളിപ്പെടുത്തി തരുന്നത്. മിശിഹായോട് കൂടെ ആയിരിക്കുവാനായിട്ട് മാത്രം അവൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് നമ്മൾ വായിക്കുന്ന ഈശോ അന്ത്യത്താഴത്തിൻ്റെ ഇടയിൽ പിതാവിലേക്കുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. തൻ്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നിശബ്ദമായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തോമസ് എന്ന ശിഷ്യൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ. നീ വഴിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലമായിട്ട് പറയുകയാണ്. നിൻ്റെ വഴിയെക്കുറിച്ച് പറയുമ്പോൾ നീ എവിടേക്ക് പോകും, നിൻ്റെ നിയോഗം എന്താണെന്നും നീ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഞങ്ങൾ വഴി എങ്ങനെയാണ് അറിയുന്നത്? കാരണം മിശിഹായോടുകൂടെ ആയിരിക്കുക, അതാണ് ഒരു ശിഷ്യൻ്റെ ശിഷ്യത്വത്തിൻ്റെ ആന്തരികതയും അസ്തിത്വം എന്ന് പറയുന്നത്. കൊണ്ട് തന്നെ തോമസ് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തോമസ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. നമ്മൾ മൂന്നാമതായിട്ട് തോമാ ശ്ലീഹായെ കണ്ടുമുട്ടുന്നത് നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവമാണ്. ബാക്കി 10 പേരും അവിടെയുണ്ട്, തോമസ് മാത്രം അവിടെയില്ല. തോമാ ശ്ലീഹായുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. തോമാ ശ്ലീഹ വരുമ്പോൾ ബാക്കി 10 പേരും കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ മിശിഹായെ കണ്ടു, ഉദ്ധിതനെ ഞങ്ങൾ കണ്ടു. തോമാ ശ്ലീഹ ഞാൻ വിശ്വസിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. അവൻ എന്താ പറയുന്നത്? ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല, ഞാൻ കാണാതെ വിശ്വസിക്കുകയില്ല. കാരണം അവൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ജീവിതം കൊടുത്തിറങ്ങിയ ഒരാളാണ് ഞാൻ.
അവനോട് കൂടെ ആയിരിക്കാൻ, അവൻ്റെ അനുഭവങ്ങളുടെയും സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ അവനോടൊപ്പം ആയിരിക്കുവാനായിട്ടാണ് ഞാൻ വിളിച്ചീകരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് മിശിഹായെ കാണണം. തോമസ് ശാഠ്യം പിടിക്കുന്നു. ഈശോ ആ ശാഠ്യത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് തോമസിൻ്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. തോമാസ് സ്ലീഹായെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എന്നും മിശിഹായോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഒരാൾ. എന്തിനായിരിക്കും തോമാസ് സ്ലീഹ ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചത്? കൂടെ ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വിളിച്ചവൻ്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. കൂടെ ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളിൻ്റെ മനസ്സറിയാനായിട്ട് കഴിയുകയുള്ളൂ. മിശിഹായുടെ മനസ്സെന്തായിരുന്നു? നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിട്ട് മാറണം. സ്വർഗാരോഹണത്തിനും അവൻ കൊടുക്കുന്ന കൽപ്പനയും നിയോഗവും അതാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എനിക്ക് സാക്ഷികളാകണം. തോമാസ് സ്ലീഹ ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തുകയാണ്. ആ കാലഘട്ടത്തിൽ ഇത്രയേറെ യാത്ര ചെയ്ത് ദുരിതങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഈ കേരള മണ്ണിലേക്ക് തോമാസ് സ്ലീഹ വന്നെങ്കിൽ അവൻ ആ ഗുരുവിൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞിരുന്നു. കൂടെ ആയിരുന്നു കൊണ്ട് ലോകം മുഴുവനിലേക്കും അതിർത്തികൾ വരെയും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണമെന്നുള്ള മിശിഹായുടെ മനസ്സറിഞ്ഞത് കൊണ്ടാണ് തോമസ് എന്ന ശിഷ്യൻ ഈ ഭാരതത്തിലേക്ക്, കൊച്ചു കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള വെല്ലുവിളി ഇതാണ്: തമ്പുരാൻ്റെ കൂടെ ആയിരിക്കാൻ പറ്റുന്നുണ്ടോ? തോമസ് എന്ന ശിഷ്യനെ പോലെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കൊല്ലപ്പെടുമെന്നുറപ്പുള്ളപ്പോൾ അവൻ പറയുന്നു, കൂടെ പോയി മരിക്കാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ വിപരീത അനുഭവങ്ങളിൽ മിശിഹായോട് കൂടെ ആകാനായിട്ട് പറ്റുമോ? നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറുകയാണ്. വിശ്വാസം വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരുമ്പോൾ നമുക്ക് മുമ്പിലെ വെല്ലുവിളികൾ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇനി തിരിച്ചറിയേണ്ട ഒന്നുണ്ട്: മിശിഹായോട് കൂടെ ആയിരുന്ന് അവൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇനി വിശ്വാസം ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും കേവലം അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലേക്കും മാത്രം ജീവിതത്തെ കൊടുത്തിട്ട് അതിനപ്പുറത്തേക്ക് വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു കാലത്ത് ഈശോ ഏകരക്ഷകനാണെന്ന് പറയാനായിട്ടുള്ള ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയുടെ ഭാഗമായിട്ട് നമ്മൾ മാറും. കൂടെ ഇരുന്നില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ദുഃഖറാന നമ്മളെ വെല്ലുവിളിക്കുകയാണ്: അവൻ്റെ കൂടെ ഒന്നാകാനായിട്ട് പറ്റുമോ? നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന സങ്കടം അതാണ്. കൂടെ ഇരിക്കാൻ ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. എൻ്റെ സങ്കടങ്ങളൊന്ന് കേൾക്കാൻ ആളുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നൊമ്പരം പേറുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഓരോ കുടുംബത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്തായിരിക്കുമല്ലേ? സ്വന്തം സങ്കടങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ആളുകളില്ലാതെ പോയതിൻ്റെ വ്യാകുലതകളും ആകുലതകളുമാണ്. ഇവിടെ തോമാസ് സ്ലീഹായുടെ ജീവിത ശൈലി നമ്മൾക്കിനി നമ്മുടെ കുടുംബങ്ങളിൽ ആരംഭിക്കണം. നമ്മളായിരിക്കുന്ന കൊച്ചിടങ്ങളിൽ നമുക്ക് ആരംഭിക്കണം. കൂടെ ഇരുന്നു കൊണ്ട് മറ്റൊരാളിൻ്റെ നെഞ്ചെടിപ്പ് എന്താണെന്ന്, അവൻ്റെ സങ്കടങ്ങൾ എന്താണെന്ന്, അവൻ്റെ ഭാരങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദുഃഖറാന തിരുനാൾ ആഘോഷിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്കും നമുക്കൊന്ന് തിരിച്ചു വരാം. എത്രമാത്രം ഈ കൂടെ ഇരിക്കുന്ന മനസ്സൊക്കെ നമുക്കുണ്ട്, എത്രമാത്രം മറ്റൊരാളുടെ സങ്കടങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദയത്തിൻ്റെ ഭാവങ്ങൾ നമുക്കുണ്ട്. അവിടെയാണ് ഞാനും നിങ്ങളും മിശിഹായുടെ സാക്ഷികളായിട്ട് മാറുന്നത്. ഒരു കൊച്ചു കുട്ടി, അവൻ പിന്നീട് വലുതാകുമ്പോൾ എഴുതി വെച്ചൊരു ജീവിതാനുഭവം ഇങ്ങനെ വായിക്കാനിടയായിട്ടുണ്ട്. അവൻ്റെ ബാല്യത്തിൽ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കഥ കേൾക്കുക. അവൻ ഏറ്റവും അടുപ്പം അപ്പനോട് തന്നെയാണ്. ഇനി അപ്പൻ്റെ അടുത്ത് ഒരു 3-4 വയസ്സൊക്കെ ആയി മനസ്സിലാകുന്ന കാലമെത്തുമ്പോൾ അപ്പൻ്റെ അടുത്ത് എന്ന് പറയും, പപ്പ എനിക്ക് കഥ പറഞ്ഞു തരണം. ഈ അപ്പനിങ്ങനെ 1-2 കഥകളൊക്കെ പഠിച്ച് കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഈ കഥ 1-2 കഥയുള്ളത് മാറി മാറി പറഞ്ഞു കൊടുക്കും. ഒരുപാട് തവണ ഇത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഈ അപ്പൻ മടുക്കുകയാണ്. കാരണം ഒരു കഥ തന്നെ 2 കഥ തന്നെ മാറി മാറി പറഞ്ഞു കൊടുക്കും.
അവസാനം മിടുക്കനായ അപ്പൻ ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചു. അദ്ദേഹം ഈ കഥ റെക്കോർഡ് ചെയ്ത് CD-യിലാക്കി കൊച്ചിന് കൊണ്ട് കൊടുത്തു. എല്ലാ ദിവസവും പോലെ ആ ദിവസവും കൊച്ച് കഥ കേൾക്കാൻ വന്നപ്പോൾ അപ്പൻ ഇങ്ങനെ പ്ലേ ചെയ്ത് കൊടുത്തു. മോനെ ഇതാ കഥ മോൻ കേട്ടോളാൻ പറഞ്ഞു. കൊച്ച CD അത് നൂരിയെടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. അപ്പൻ്റെ ഈ പൊട്ടക്കഥ ആർക്കാ കേൾക്കണ്ടേ? അപ്പം വാവിളിക്കുകയാണ്, പിന്നെ ഇത്രയും നാൾ ഇവനോട് ഞാൻ എന്താ പറഞ്ഞേ? എന്നിട്ട് അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഈ പൊട്ടക്കഥ കേൾക്കാനായിട്ടല്ല അപ്പൻ്റെ അടുത്ത് വന്നത്. അപ്പൻ്റെ മടിയിലിരുന്ന് അപ്പൻ എൻ്റെ തലയിൽ തലോടുന്നതിൻ്റെ സ്നേഹം അറിയാനാ ഞാൻ അപ്പൻ്റെ അടുത്ത് വന്നത്. ഈ കഥ കേൾക്കാൻ വന്നതൊന്നുമല്ല. ഓരോ ദിവസവും കഥ കേൾക്കാൻ വരുന്ന എൻ്റെ മടിയിലിരുത്തി എന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്യുന്ന അപ്പൻ്റെ ആ വാത്സല്യം അറിയാനായിട്ടാണ് ഞാൻ ഈ കഥ കേൾക്കാൻ വന്നത്. ഈ ദുഃഖറാന തിരുനാൾ നമ്മളെ ക്ഷണിക്കുകയാണ്. മിശിഹായുടെ കൂടെ ഇരുന്ന് അവൻ്റെ തലോടലും അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പും അറിഞ്ഞ തോമാസ് ലീഹ നമ്മളെയൊക്കെ ക്ഷണിക്കുകയാണ്. നമ്മളായിരിക്കുന്ന കൊച്ചിടങ്ങളിൽ ഇതുപോലെ മനുഷ്യൻ്റെ സങ്കടങ്ങളും വേദനകളൊക്കെ കേട്ടിട്ട് അവരുടെ കൂടെ ആയിരുന്നു കൊണ്ട് മിശിഹായുടെ സാക്ഷികളാകുവാൻ വിളിക്കുക. നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. കൂടെയായിരുന്ന ശിഷ്യൻ, മിശിഹായുടെ മനസ്സറിഞ്ഞ ശിഷ്യൻ, ആ ശിഷ്യനെ പോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഹൃദയഭാവത്തോടുകൂടെ ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദുഃഖറാന തിരുനാളിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.